വെൽക്കം ടു മൈ ചാനൽ ലേൺ ടു കോഡ് ഫ്രം സീറോ ടു ഹീറോ. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഡാറ്റാ സയൻസിന്റെ കുറച്ചും കൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടുഡേ വി വിൽ ലേൺ അബൌട്ട് റോൾ ഓഫ് ഏർലിയർ സ്റ്റാറ്റിസ്റ്റിഷ്യൻസ്, ഇൻഫോഗ്രാഫിക്സ്, അനാലിസിസ് ആൻഡ് അനാലിറ്റിക്സ്. Statistician of about 25 years ago gathered data and used statistical methods. അല്ലെ, നമുക്ക് മുൻകാലങ്ങൾ ഒരു 25 വർഷം അല്ലെങ്കിൽ 30 വർഷം അല്ലെങ്കിൽ 40 വർഷം മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് ഒക്കെ എന്തായിരിക്കും ചെയ്തത്? അവർ ഡാറ്റ ഗ്യാദർ ചെയ്യും. ഡാറ്റ ഗ്യാദർ ചെയ്യാൻ മാത്രമല്ല അവർ ചെയ്തത്, ദേ യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു ഒബ്റ്റെയിൻ ഗുഡ് റിസൾട്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പം ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് ഡാറ്റ മൈനിങ് ഇസ് ഓൾസോ ഡൺ ബൈ new models. More accurate forecasts are predicted. By using modern technology, data scientists provide more predictive analysis team. കുറച്ചും കൂടെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ ഡാറ്റാസ് ഇൻഫോർമേഷനും ഒക്കെ കിട്ടാൻ തുടങ്ങി. അടുത്തത് ഇൻഫോഗ്രാഫിക്സ്. ആൻഡ് ഇൻഫോഗ്രാഫിക് ഇസ് എ കളക്ഷൻ ഓഫ് ഇമേജറി, ചാർട്ട്സ് ആൻഡ് മിനിമൽ ടെക്സ്റ്റ് that gives an easy to understand overview of a topic. As in the example below, infographics use striking, engaging visuals to communicate information quickly and clearly. Infographic അതിൽ എന്തൊക്കെ വരാം? ഇമേജസ് വരാം, ചാർട്ട്സ് വരാം, മിനിമൽ ടെക്സ്റ്റ് കൂടുതലായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് മിനിമൽ ആയിട്ട് ടെക്സ്റ്റും. ദാറ്റ് ഗീവ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഓവർവ്യൂ ഓഫ് എ ടോപ്പിക്. ഏത് ടോപ്പിക് ആണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നമുക്ക് ഒരു മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ഇതാണ് ഇൻഫോഗ്രാഫിക്സ്. ആസ് ഇൻ ദ എക്സാമ്പിൾ ബിലോ, ഇൻഫോഗ്രാഫിക്സ് യൂസ് സ്ട്രൈക്കിംഗ്, എൻഗേജിംഗ് വിഷ്വൽസ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫോർമേഷൻ ക്വിക്ലി ആൻഡ് ഈസിലി. ഇതൊരു എക്സാമ്പിൾ ആണ്, ഒരു ഇൻഫോഗ്രാഫിക്സിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. പ്രോസസ് പ്ലാനിങ്ങിന്റെ ഒരു ഇൻഫോഗ്രാഫിക് ആണത്. അടുത്തത് അനാലിസിസ്. ഡീറ്റെയിൽ സ്റ്റഡി അബൌട്ട് എ ബിസിനസ് ഓർ ടോപ്പിക്. It covers already happened in the past. It is more concerned with how and why. അപ്പം അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡിനെ നമ്മൾ എന്ത് പറയും? അനാലിസിസ് എന്ന് പറയും. ഇറ്റ് കവേഴ്സ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, മുൻകാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ച കാര്യങ്ങളും. ആൻഡ് ഇറ്റ് ഇസ് മോർ കൺസേൺ വിത്ത് ഹൗ ആൻഡ് വൈ. അനാലിറ്റിക്സ്. ആഫ്റ്റർ ഡീറ്റെയിൽഡ് അനാലിസിസ്, എക്സ്പ്ലോർ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഇവന്റ്സ്. അനാലിറ്റിക്സ് എന്താ ചെയ്യുന്നത്? ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം they explore potential future events. There are two types of analytics. They are quantitative analytics and qualitative analytics. അങ്ങനെ രണ്ട് തരത്തിലുള്ള അനാലിറ്റിക്സ് ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിറ്റിക്സും രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് അനാലിറ്റിക്സും. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിറ്റിക്സ് ഓഫ് QA is a technique that uses mathematical and statistical modeling, measurement and research to understand behavior. ബിസിനസ് ആണെങ്കിൽ എന്തായിരിക്കും? കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ എംപ്ലോയി ബിഹേവിയർ എല്ലാം പെടും അതിൽ. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് റെപ്രസെന്റ് എ ഗിവൺ റിയാലിറ്റി ഇൻ ടേംസ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂ. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിൽ എന്താണ്? അനാലിസ്റ്റ് എന്ത് ചെയ്യും? ഒരു ന്യൂമറിക് വാല്യൂയിലേക്ക് എത്തും അവർ. ബേസ്ഡ് ഓൺ ഇൻറ്റ്യൂഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് ടു ഡു. യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ പാസ്റ്റ് സെയിൽസ് ഡാറ്റ, വിച്ച് മന്ത് is more sales, etc. ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട്, അതായത് പാസ്റ്റ് സെയിൽസ് ഡാറ്റ, എത്ര സെയിൽ നടന്നു മുൻകാലങ്ങളിൽ, പിന്നെ ഏത് മാസമായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത്, അപ്പൊ സീസൺ സെയിൽ, അങ്ങനെ പല പല സെയിലുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഏത് മാസമാണ് കൂടുതൽ സെയിൽ നടന്നത്, ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ക്വാളിറ്റേറ്റീവ് അനാലിറ്റിക്സ്. Qualitative analytics enables you to examine the actual whys behind your numerical data, while quantitative analytics focuses on aspects of your app that can be measured by numbers. Qualitative analytics zones in on the user experience. It is based on formulas and algorithms on the numeric data gathered, that is based on past data. Future is also predicted. ഇപ്പം നമ്മളിപ്പം എന്താണ്, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ ഒരു നമ്പർ എത്തിയിട്ട് ആ നമ്പറിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്, മനസ്സിലാക്കി. അതേസമയത്ത് ക്വാളിറ്റേറ്റീവിലാണെങ്കിൽ എന്താണ്, മുൻകാലങ്ങളുടെ പാസ്റ്റിനെ ഡാറ്റനെ നോക്കിയിട്ട് ഫ്യൂച്ചറും പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇഫ് യു ആർ an online cloth business owner, decide what kind of clothes to sell based on the analysis done. അപ്പം നിങ്ങളൊരു
ഓൺലൈൻ ക്ലോത്ത് ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ക്ലോത്ത് ആണ് അടുത്തത് സെയിൽ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഡൺ. ഒരു ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്തായാലും തീരുമാനിക്കുക ഇനി എന്താ ഞാൻ സെയിൽ ചെയ്യേണ്ടത്. ഇൻ ഓർഡർ ടു ഗെറ്റ് എ റിസൾട്ട് യു ഹാവ് ടു അനലൈസ് പാസ്റ്റ് ട്രെൻഡ്, present trend, and some intuition from your side will take a decision to what kind of clothes to sell at present. It is more concerned with how and why. അപ്പം നിങ്ങൾ ഒരു ക്ലോത്ത് ആണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മുൻപ് നിങ്ങൾ എന്തായിരുന്നു സെയിൽ ചെയ്തത്, പാസ്റ്റ് സെയിൽ ചെയ്ത ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ, പിന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുറച്ച് ഇൻഡ്യൂഷൻ ഫ്രം യുവർ സൈഡ് വരും. അപ്പൊ അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുക ഏത് ക്ലോത്ത് ആണ് നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇറ്റ് ഈസ് മോർ കൺസേൺ വിത്ത് ഹൗ ആൻഡ് വൈ. അടുത്തത് അനാലിറ്റിക്സ്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലോജിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ റീസണിംഗ് ടു ദ കോമ്പോണന്റ് പാർട്സ് ഒബ്റ്റെയിൻഡ് ഇൻ എൻ അനാലിസിസ്. ആൻഡ് ബൈ ലുക്കിംഗ് ദിസ് യു ഡിസൈഡ് വാട്ട് യു ക്യാൻ ഡു ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ അനാലിറ്റിക്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? അനാലിറ്റിക്സ് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടിന്റെ മേലെ നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കാം. അതെന്താ? ഇറ്റ് ഈസ് എ ആപ്ലിക്കേഷൻ ഓഫ് ലോജിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ റീസണിംഗ് ടു ദ കോമ്പോണന്റ് പാർട്സ് ഒബ്റ്റെയിൻഡ് ഇൻ എൻ അനാലിസിസ്. ഒരു അനാലിസിസ് ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന കോമ്പോണന്റ് പാർട്സിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ലോജിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ റീസണിംഗ്. അപ്പൊ എന്ത് പറയും? ഇറ്റ് ഇസ് എ ആപ്ലിക്കേഷൻ ഓഫ് ലോജിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ റീസണിംഗ് to the component parts obtained in an analysis. And by looking this, you can decide what you can do in the future. Hope this is clear and useful for you. If you are new to my channel, please subscribe, like, share. Thank you.